ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്റ്റാർട്ടറാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള കോളിഫ്ലവർ എടുത്ത് ഇതളുകളായി അടർത്തി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ടാവും. ഇനി നമ്മൾക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാർട്ട് അരിഞ്ഞതാണ്. ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതേപോലെ തന്നെ സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പാർട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ആവശ്യാനുസരണം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്. ഇത്രയുമാണ് നമ്മൾക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾക്ക് കോളിഫ്ലവറിന്റെ ഇതളുകളെല്ലാം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിന്റെ ഇതളുകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം നന്നായി വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ നേരം വെള്ളത്തിലിട്ട് വെക്കരുത്, ഒരുപാട് വെന്ത് പോവാൻ പാടില്ല. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾക്കിത് കോരി മാറ്റാം. ഇനി നമ്മൾക്ക് കോളിഫ്ലവർ ഒന്ന് മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, മൈദവും കോൺഫ്ലോറും ഒക്കെ എടുക്കുമ്പോൾ ഒരേ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഫുഡ് കളർ ആവശ്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്, ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി ഈ ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നല്ലൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കണം. ഇപ്പോൾ കോളിഫ്ലവർ മുക്കിപ്പൊരിക്കാനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ദോശമാവിന്റെ ഒരു പരുവത്തിനാണ് ഇതിരിക്കുന്നത്, ഒരുപാട് ലൂസായി പോവാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം നന്നായി മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് ഈ കോളിഫ്ലവറിന്റെ ഇതളുകൾ ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ഫ്രൈ ആയി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സോസുകൾ തയ്യാറാക്കാനുണ്ട്. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസ് ആണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് റെഡ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇവിടെ 1, 2, 3 എന്ന റേഷ്യോയിലാണ് ഞാനിവിടെ സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പും എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്,
2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എന്ന റേഷ്യോയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കണം. ഈ വിനാഗിരിയും പഞ്ചസാരയും ചേർക്കുന്ന സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോബി മഞ്ചൂരിയനുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്കിനി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായി ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മഞ്ചൂരിയൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാർട്ട് ചെറുതായി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയും കാപ്സിക്കവും ഒന്നും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സോസും പച്ചക്കറിയും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോസിലൊക്കെ നന്നായി ഉപ്പുള്ളത് കൊണ്ട് നമ്മൾക്കിനി ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സോസും പച്ചക്കറിയെല്ലാം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിലേക്ക് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കിയെടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ സ്ലറി ചേർത്ത് കൊടുക്കാം. ഇനി കൈയെടുക്കാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ കോൺഫ്ലോറിന്റെ ഒരു പച്ചമണം മാറി നന്നായി വെന്ത് വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഗ്രേവി എല്ലാം വെന്ത് നല്ല കുറുകിയ പാകത്തിന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമ്മൾക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പാർട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഗ്രേവി എല്ലാം കോളിഫ്ലവറിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പാർട്ട് കുറച്ച് ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഗോബി മഞ്ചൂരിയൻ. വളരെ ഈസി ആയിട്ട് നമ്മൾക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.